നിക്കട്ടെ മൂല്യാരെ, ഈ പെണ്ണ് വർഗത്തെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അതാ ഞങ്ങൾക്കറിയാം. നിങ്ങൾ വലിയ ഇസ്ലാമിന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഇപ്പോൾ ഈ പറഞ്ഞയുടെ ഉള്ളിൽ കറുത്ത ഇങ്ങനെ കൊണ്ടു നടക്കല്ലേ? ശരിക്കും ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്ന ഈ വിഷയം. എന്റെ വീട്ടിൽ എന്റെ ചെറുപ്പത്തിൽ അയൽപക്കത്തുള്ള വീട്ടുകാർ വന്നിട്ട് ഈ പെണ്ണുങ്ങൾ വന്ന് കിടക്കുമായിരുന്നു എന്റെ വീട്ടിൽ. അപ്പൊ എനിക്കിത് കഥ തരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്റെ അമ്മ ഇന്ന് അവിടുന്ന് അവര് വന്ന് കിടക്കുന്ന അത് നീ അറിയണ്ട. അതായത് മെൻസസിന്റെ പീരിയഡ് വരുമ്പോ സ്വന്തം വീട്ടിൽ കിടക്കാൻ പാടില്ല, അടുത്തു പോയി കിടന്നുള്ളണം. നമ്മുടെ ഓർമ്മയിൽ ഇമാതിരി ഒരുപാടുണ്ടായിരുന്നു. ഖുർആൻ എന്താ പറഞ്ഞത്? ഒന്നാണ്, ആണ് പെണ്ണ് ഒന്നാണടാ, ഒന്നാണ്. ഒരു ശരീരത്തിൽ നിന്നാ രണ്ടും വന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് തുടങ്ങിയുള്ള വ്യാഖ്യാനങ്ങളിൽ അല്ലാഹു പറയുന്നു മിൻ ദക്കരിൻ വ ഉൻസ, എല്ലാത്തിനെയും ഒരു പെണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്, ഒരാളിൽ നിന്നുണ്ടാക്കിയതാ. 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം. അല്ലാതെ പെണ്ണ് വേറെ ആണ് വേറെ വ്യത്യാസമൊന്നുമില്ല. 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനം പറയുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിക്കണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുത്തോളണം. കല്യാണം കഴിക്കണമെങ്കിൽ മഹർ പുരുഷൻ അങ്ങോട്ട് കൊടുക്കണം. പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റുന്ന ഈ സാധനം ഉണ്ടല്ലോ, സ്ത്രീധനം, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണിന് അങ്ങോട്ട് കാശ് കൊടുത്തോളണം. അവള് മാന്യതയുള്ളവളാ, അവക്കാണ് വില. 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം. 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തില് ആണുങ്ങൾക്ക് സ്വത്തവകാശമുള്ളതുപോലെ പെണ്ണുങ്ങൾക്കും സ്വത്തവകാശമുണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനമാണത്. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? 1887 ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചത് ക്രിസ്ത്യാനികളായ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമുണ്ട്. അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയി മരിച്ചപ്പോ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ആ വിഭാഗത്തിലെ പെണ്ണുങ്ങൾക്ക് വാപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും സ്വത്ത് കിട്ടാമെന്ന് വെച്ചത്. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു പെണ്ണിന് വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്തില അർഹതയുണ്ട്, അവക്കും കൊടുത്തുകൊള്ളണം. 4-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ബിരിയാണിക്ക് ഉപ്പില്ലാത്തത് കൊണ്ടോ ഷർട്ട് അയൺ ചെയ്തപ്പോ ചുളുക്ക് മാറാത്തത് കൊണ്ടോ കുനിച്ചു പിടിച്ചിടിക്കാനോ തോന്യാസം പറയാനോ നിന്നേക്കരുത്. മാന്യമായ അവളോട് പെരുമാറിക്കൊള്ളണം. 4-ാം അധ്യായം 19. യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാഅ കർഹാ. ഒരു പെണ്ണിനെയും ബലം പ്രയോഗിച്ച് കല്യാണത്തിന് നിർബന്ധിക്കരുത്. അവൾ കന്യകയാണെങ്കിൽ അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടേ കല്യാണം നടത്താൻ പാടുള്ളൂ. 4-ാം അധ്യായം 19-ാമത്തെ വചനം. 2-ാം അധ്യായത്തിലെ 187-ാമത്തെ വചനം. സ്ത്രീയും പുരുഷനും എങ്ങനെയാ ശരീരത്തിലിട്ടിരിക്കുന്ന ഡ്രസ് പോലെയാ. ഈ ഡ്രസ് എന്റെ ശരീരത്തിൽ എത്രമാത്രം ഒട്ടിക്കിടക്കുന്നോ, പറ്റിക്കിടക്കുന്നോ, ചേർന്ന് കിടക്കുന്നോ, അതേപോലെയാണ് നിന്റെ ഭാര്യ, നിന്റെ പെണ്ണ്. ഗർഭിണിയാകുമ്പോഴേ ആശുപത്രിയിൽ ചെന്നിട്ട് കണ്ണ് കാണിച്ചിട്ട് പെണ്ണാണെങ്കിൽ തീർത്തുകളാ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. 81-ാമത്തെ അധ്യായത്തിലെ 8-9 വചനം എന്താ പറഞ്ഞത്? കുഴിച്ചു മൂടിക്കളഞ്ഞ കൊന്നുകളഞ്ഞ പെൺകുട്ടികളെ നാളെ ആഖിറത്തിൽ ചോദിക്കും, പെണ്ണായതുകൊണ്ട് എന്തിനാണ് വാപ്പാ എന്നെ കൊന്നുകളഞ്ഞത്? പെണ്ണിന് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഖുർആൻ. ഞാൻ ഇടയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ ഇന്ന് ആവശ്യമുള്ള കാര്യമാണോ? ആണോ? അതോ പഴഞ്ചനാണോ? പഴഞ്ചനാന്ന് പറയല്ലേ, സൂര്യൻ പഴഞ്ചനല്ലേ അല്ലേ? പക്ഷെ സൂര്യന്റെ ഉപയോഗം ഇന്ന് കറക്റ്റാ, അതുകൊണ്ട് അത് പഴയതല്ല. ഖുർആനും അത് തന്നെ. ദൈവമായതുകൊണ്ട്, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചത് കൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. എന്താ ഇനി 10 കാര്യങ്ങൾ ആ കൺവീനർ പവർ എടുക്കാൻ വന്നാണോ ചോദിച്ചതാ. 10 കാര്യങ്ങളെ എണ്ണി പറയുന്നുണ്ട് ഖുർആൻ. പെണ്ണിനെ മാറ്റിയില്ല. 33-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്വാദിഖീന വസ്വാദിഖാത്തി വസ്വാബിരീന വസ്വാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്തി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി. 10 പ്രമാദമായ വിഷയങ്ങൾ, ഏറ്റവും പ്രശസ്തമായ 10 വിഷയങ്ങൾ ആണുങ്ങളെ പറഞ്ഞപ്പോ ഉടനെ പെണ്ണിനെയും പറഞ്ഞു. ഇനി മരിച്ചാലോ ഇതേ പെണ്ണ് തന്നെയാണ് പൊന്നെ സ്വർഗത്തിലും കിട്ടാൻ പോണത്. അവളെ വിടൂല,
അപ്പൊ വിചാരിക്കും പടച്ചോനെ ഉസ്താദേ അവളുടെ മുഖമൊക്കെ ഒട്ടി തോലൊക്കെ ചുരുങ്ങി ഈ സാധനത്തിന് തന്നെയാണോ ഇനിയും കിട്ടുന്നത്? അല്ല, ഒന്ന് മാറ്റും, ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യും. അതുകൊണ്ട് ആരും ബേജാറാവണ്ട, ഇതേ സാധനം തന്നെ, അതല്ലേ വേണ്ടത്. നല്ല ഭാര്യയാണെങ്കിൽ ഈ കൊലത്തിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. 36-ാമത്തെ അധ്യായമാണ് സൂറത്ത് യാസീൻ. അതിലെ 56-ാമത്തെ വചനമാണ് എന്ത്? അവർ സ്വർഗത്തിലാണ്. ഈ ആണും പെണ്ണും ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഒരേ ചാരികസേനയില് പാട്ടുമഞ്ചങ്ങളില് വലിയ സൗകര്യങ്ങളിൽ ഇരിക്കുന്ന രംഗമാണ് ഖുർആൻ വിശദീകരിച്ചത്. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഇനി പിന്നെ എവിടെ പ്രശ്നം? ഇത്രയൊക്കെ സാധനം കൊടുത്താലൊന്നും പോരെ വരികയെ. അവളെ ഒന്ന് ആസ്വദിക്കണം നമുക്ക്. ആ കോലത്തിൽ എന്തേ നിങ്ങൾ ഇത് അനുവദിക്കാത്തത്? ഈ ഫെമിനിസ്റ്റുകളും പാതിരാത്രിയിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന കോഞ്ഞാണ്ടന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ സ്വാതന്ത്ര്യമൊന്നുമല്ല, പിന്നെ പബ്ലിക്കിലേക്ക് അവളൊന്ന് ഇറക്കണം. ഇറക്കിയ പ്രശ്നമെന്ന് ഞങ്ങൾ പറയും. അമുസ്ലിങ്ങളായ ആളുകൾ ധാരാളം ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാം ആ നിർദ്ദേശം വെച്ചത്. നിങ്ങളുടെ മതത്തിലും ആ നിർദ്ദേശമില്ലേ? പഠിക്ക്, നിങ്ങൾ മതത്തെ കുറിച്ച് പഠിക്ക്, എന്നിട്ട് വിമർശിക്കാൻ വാ. ജഗദാത്മി മഹർഷി വലിയൊരു മഹാനാണ്. അയാളുടെ മകനാണ്, 7-ാമത്തെ മകനാണ് ആര്? പരശുരാമൻ. മൂപ്പര് മടുവറിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? കേരളം ഉണ്ടായത്. പ്രസംഗത്തിൽ വാന്ന് പറയല്ലോ കേട്ടോ, അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ. ആര്? പരശുരാമൻ. ഇയാളുടെ അച്ഛന്റെ പേരെന്താ? ബഹുമാനപ്പെട്ട ജഗദാത്മി മഹർഷി. അമ്മയുടെ പേര് രേണുകാദേവി. രേണുകാദേവി സമീപത്തുള്ള പുഴയിൽ പോയി കുളിച്ച് ശുദ്ധീകരിച്ച് ആ പുഴയിൽ നിന്ന് ഒരു മൺകുടം ഉണ്ടാക്കി ആ പുഴയുടെ ഓരത്ത് വെച്ച് അത് ഉണക്കിയെടുത്ത് അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് അതിൽ വെള്ളമെടുത്ത് തന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായ ഭർത്താവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ജപം നടത്താൻ വെള്ളം കൊണ്ടുപോയി സമർപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ബാറ്ററി ഇല്ലാന്ന് നിർത്താം. ഒരു ദിവസം രേണുകാദേവി കുളിക്കാനും ഈ കുട ഉണ്ടാക്കാനും വേണ്ടി പുഴയിലെത്തിയപ്പോ ദേ പോകുന്നടാ രണ്ടാളുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. ദേവന്മാർ. ഈ രേണുകാദേവിക്ക് എന്ത് തോന്നി? ചെറിയ ഒരു അനുകമ്പ മനസ്സിൽ തട്ടി. നല്ല സുന്ദരന്മാർ, നല്ല ആളുകൾ. ഇതാരറിഞ്ഞു? മറ്റേ മൂപ്പര് കാട്ടിലായിരിക്കുന്നത്. മൂപ്പരറിഞ്ഞു, എന്റെ ഭാര്യ, ഞാൻ ഭർത്താവായിരിക്കെ രണ്ടാളുകളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അല്ലേ? അത് പാടില്ല, അത് തെറ്റാണ്. ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു ഭാര്യ മറ്റാളുകളെ നോക്കുന്നതും കാണുന്നതും ആഗ്രഹിക്കുന്നതും തെറ്റാണ്. മക്കളെ, നമ്മുടെ പ്രധാനപ്പെട്ട കക്ഷി അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല. ആരാണ് അദ്ദേഹം? പരശുരാമൻ. മറക്കണ്ട. ബാക്കി 6 മക്കളും ചെന്നു. ഈ 6 മക്കളോടും പറഞ്ഞു, അച്ഛനുണ്ടായിരിക്കെ അമ്മ മറ്റാളുകളെ മനസ്സുകൊണ്ടൊരു താല്പര്യം വന്നിട്ടുണ്ട്, അത് തെറ്റാണ്. അതുകൊണ്ട് മക്കൾ 6 കൂടി ചെന്നിട്ട് അമ്മയെ തീർക്കാൻ പറഞ്ഞു. താല വെട്ടി കളയടാന്ന് പറഞ്ഞു. മക്കൾ പോവോ? മക്കൾ പറഞ്ഞു, അയ്യോ അത്രയും വലിയ ബാധകം ചെയ്യാൻ നമുക്ക് പറ്റൂലേ, കല്ലായി പോട്ടെ. 6 കല്ലായി. പോറ്റി വളർത്തിയ, താലോലിച്ചു വളർത്തിയ, താരാട്ടുപാട്ട് പാടി ഉറക്കിയ ഒരു മക്കളെ ഒന്നിനല്ല 6 കല്ലാക്കി മാറ്റാൻ മാത്രം തെറ്റാണ് തന്റെ ഭാര്യ ചെയ്തത്. ഇത് ഖുർആനല്ല, ഹദീസല്ല. മറ്റേ മകൻ വന്നു, എടാ അമ്മേനെ തീർത്തുകളാ. ഓക്കെ, ഞാൻ പോയി കൊല്ലാം. അച്ഛന് അതാണോ താല്പര്യം, അതാണോ നിയമം? മൂപ്പര് പോയിട്ട് അമ്മയുടെ കഴുത്തങ്ങ് കിട്ടി. ജഗദാത്മി മഹർഷിക്ക് വല്ലാത്ത സന്തോഷമായി. തിരിച്ചു ചെന്നപ്പോ പറഞ്ഞു, എന്ത് ചോദിച്ചാലും ഞാൻ തന്നേക്കാം കേട്ടോ. എന്ത് ചോദിച്ചാലും. എത്ര തരും? ഒരു ചോദ്യം. അത് പറ്റൂല അച്ഛൻ, 2 ചോദ്യം. എനിക്ക് മറുപടി തരുമോ? തരാം. 1, എന്റെ ഈ കല്ലായി നിൽക്കുന്ന 6 സഹോദരങ്ങളും ജീവനോടുകൂടെ വരണം. ജഗദാത്മി മഹർഷിയുടെ പ്രാർത്ഥന കൊണ്ട് ആ 6 ആളുകളും ജീവൻ വെച്ചു. 2ാമത്തത്, എന്റെ അമ്മക്ക് ജീവൻ വെച്ച് തരണം. വാക്ക് പാലിച്ചു. ജഗദാത്മി മഹർഷി ദൈവത്തോട് പറഞ്ഞു, ആ അമ്മക്ക് ജീവൻ കൊടുത്തു. ഇത് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരൻ, ഒരു പ്രിയപ്പെട്ട സഹോദരി മറ്റൊരാളെ നോക്കിയപ്പോ ഇത് കർശനമായ തെറ്റാണ് എന്ന് പറയുകയും ഭീകരമായ ശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയും? അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടടുത്ത് ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം കൊടുത്താൽ
ജോർജ് ബുഷും മറ്റേയാളും തമ്മിൽ നേരത്തെ വൈരാഗ്യം. ഇപ്പൊ ബിൽ എന്നതാ എന്റെ പേര്, ട്രംപ്. അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. ഇവരൊക്കെ ഫാദർലെസ് അമേരിക്ക. ബിൽ ക്ലിന്റന്റെ കാലത്ത് അമേരിക്ക കത്തിപ്പുകഞ്ഞ ഒരു പുസ്തക ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത മക്കളുടെ അമേരിക്ക എന്ന പച്ച മലയാളം. അഴിഞ്ഞാട്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തപ്പോഴേ ശരിക്കങ്ങ് മേഞ്ഞു. അത് വരണോ ഈ രാജ്യത്ത്? ജനങ്ങൾ അവിടെ നേരത്തെ ഏതോ ഒരു സാറാണോ പറഞ്ഞെന്ന് ഓർമ്മയില്ല, അമേരിക്കയില്, അതോ നമ്മുടെ മുഖ്യമന്ത്രി, അതെ നമ്മുടെ മന്ത്രി, അമേരിക്കയില്, അതൊന്നും പറയാൻ സമയമില്ല, ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ക്രിസ്ത്യാനിസത്തിന്റെ തൊട്ടുപിറകിലുണ്ട്. 2040 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമാണ്, ഇസ്ലാമാണ്. അമേരിക്ക സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അതെന്തുകൊണ്ടാ? ഈ പവർ കൊണ്ടാ. ആ കടയിൽ ആള് കയറുന്നില്ല എന്ന് വിചാരിച്ചു യൂസുഫ് അലിയുടെ ലുലൂര് ആള് കയറുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? യൂസുഫ് അലിയുടെ കടയിൽ എല്ലാം ഉണ്ട്, അപ്പൊ ആളങ്ങോട്ടേ പോകുള്ളൂ. ഈ കട പരിമിതിയാണ്. അത് തന്നെ ഇതിലുള്ള വ്യത്യാസം. ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ നിന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. ചൊവ്വായിലേക്ക് മനുഷ്യൻ പോകാൻ പോവുക. 1/2 ഡസൻ ആഴ്ച ഞാൻ ഓതാൻ പോകുന്നത്. എത്ര? 1/2 ഡസൻ ചൊവ്വായിലേക്ക്. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. കണ്ടോ? ഒന്ന് പറയടാ, ആമീൻ പറ, ആമീൻ. എന്നിട്ട് വേണം നമുക്ക് ജോലിക്ക് അങ്ങോട്ട് പോകാൻ. ഉസ്താദ്മാർക്ക് പള്ളി വേണം, ജോലി വേണം, നമ്മുടെ മക്കൾക്ക് ജോലി വേണം. ഗൾഫൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക, പുതിയ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 51-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനം, നിങ്ങളുടെ റെസ്റ്റോറന്റുകൾ അവിടെ ഉണ്ട്. എവിടെ? ആകാശങ്ങളിലുണ്ട്. 16-ാമത്തെ അധ്യായത്തിലെ 49-ാമത്തെ വചനം, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. അല്ലാഹു സുജൂദ് ചെയ്യുന്നവർ വഫിസ് സമാഇ, സമാവാതി ആകാശങ്ങളിൽ അല്ലാഹു സുജൂദ് ചെയ്യുന്നവർ വരും. 19-ാമത്തെ അധ്യായത്തിലെ 93-ാമത്തെ വചനം, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ അത്തിർ റഹ്മാനി അബ്ദാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മനുഷ്യന്മാരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ഇപ്പൊ ആകാശത്തുണ്ടോ? അഫ്സലെ ഉണ്ടോ? നീ പോയിട്ടുണ്ടാവുന്ന നന്നായി. എല്ലാ ആളുകളും വരട്ടെ. ആകാശങ്ങളിലുള്ള ആളുകളും ഭൂമിയിലുള്ളവരെയും വിളിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിലെ 93-ാമത്തെ വചനമാണ്. 24-ാമത്തെ അധ്യായത്തിലെ 41-ാമത്തെ വചനം, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി. ആകാശങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾ വരുന്ന ഒരു കാലം വരും. ഇങ്ങനെ എത്ര ആയത്തുകൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇത്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല. എല്ലാം 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 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ മതത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഏത് വിഷയമെടുത്താലും, ഇനി ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചോദിക്കും, നല്ല മനസ്സോടുകൂടെ ഒന്ന് തുറന്നു വായിക്കും നിങ്ങൾ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങൾ. മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു മദ്രസയൊക്കെ ഒന്ന് പഠിപ്പിക്കുക. വർഗീയവാദികൾ ഉണ്ടാവില്ല. ഏതൊരു പള്ളിയുടെയും സൈഡിൽ നോക്കിയാൽ മദ്രസയില്ലേ? ഹിന്ദുക്കളും പഠിപ്പിക്കട്ടെ, ക്രിസ്ത്യാനികളും പഠിപ്പിക്കട്ടെ. എന്നാ പിന്നെ ജോലിമാരുണ്ടാവില്ല. ഇപ്പൊ വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റൂലല്ലോ. അതിൽ എന്തുണ്ടാവുന്ന പേടി? എന്നത് സൈനൈഡ്. ഇതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മതം പഠിക്കണം. മതത്തിൽ എന്താ പ്രത്യേകത? അത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതാ. കണക്ക് പറയേണ്ടവരാണ് നമ്മള്, കണക്ക് പറയേണ്ടവരാ. അതുകൊണ്ട് മതം പഠിക്കുക. പ്രിയപ്പെട്ട രാമഭഗവാൻ, അയോധ്യ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം. അതങ്ങനെ തന്നെയായി അള്ളാഹു നിലനിർത്തി തരട്ടെ. രാമൻ അർത്ഥം എന്താണ്? രഞ്ജിപ്പുണ്ടാക്കുന്നവൻ, രഞ്ജിപ്പുണ്ടാക്കുന്നവൻ, യോജിപ്പുണ്ടാക്കുന്നവനാണ് രാമൻ. അതങ്ങനെ തന്നെ അള്ളാഹു ആക്കി തരട്ടെ. ഈ മൂപ്പരുടെ ഭാര്യയെ കൊണ്ടുപോയല്ലോ രാവണൻ, അടിച്ചുകൊണ്ട് പോയില്ലേ? പോയപ്പോ സീത എന്ത് ചെയ്തു എന്നറിയോ? രാമായണത്തിൽ പറയാണ്, സീത പോയ വഴിക്ക് ബുദ്ധിമതിയായിരുന്നു സീതാദേവി. പോയ വഴിക്ക് എന്റെ ഭർത്താവ് എന്നെ അന്വേഷിച്ചു വരുമ്പോൾ കണ്ടുപിടിക്കാൻ ഒരു ചെറിയ തെളിവുകൾ പോയ വഴിക്കൊക്കെ ഇട്ടുകൊടുത്തു. വഴിയുടെ പകുതിക്ക് എന്നപ്പോ ഒരു വള. ഫ്ലൈറ്റിലല്ലേ പോകുന്നത്? ഏതാ ഫ്ലൈറ്റ്? ഒമാനോ? പുഷ്പക വിമാനം. അന്ന് വിമാനമുണ്ട്. കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ഇടങ്ങറാക്കല്ലേ. ആ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോ സീതാദേവി ഓരോ വള ഇട്ടു കൊടുത്തു. കുറെ ദൂരം ചെന്നപ്പോ മാല ഇട്ടു കൊടുത്തു. പിന്നെയും ചെന്നപ്പോ വേറെ സാധനം ഇട്ടു കൊടുത്തു. ഉദ്ദേശം എന്താ? പിറകെ രാമൻ അന്വേഷിച്ചു വരുമ്പോ ഞാൻ പോയ സ്ഥലം ഏതാണെന്ന് തെളിയാൻ ഒരു തെളിവിട്ട് കൊടുത്തു. ഈ തെളിവ് ഈ വളയം മാലയൊക്കെ പെറുക്കിയിട്ട് ലക്ഷ്മണന്റെ അടുത്ത് ചോദിച്ചു. ലക്ഷ്മണൻ ആരാ? ബഹുമാന്യനായ ശ്രീരാമ ഭക്ത ഭഗവാന്റെ ബ്രദറാണ്. അയാളോട് ചോദിച്ചു, ഈ വളയും മാലയും കണ്ടു പരിചയമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല. ഓ, അപ്പൊ പിന്നെ ഈ വഴിയും പോയിട്ട് കാര്യമില്ല. പക്ഷെ രാമഭഗവാൻ മനസ്സിലാക്കി, ലങ്കയിൽ പോയി അവിടെ ചെന്ന് സമരം ചെയ്തു, ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്നു. 3 പേരും കൂടി ചിത്രകൂടാരത്തിൽ ഇരിക്കുമ്പോ ലക്ഷ്മണനോട് ചോദിച്ചു, അല്ലടാ സഹോദര,
ഈ വളയും മാലയും കണ്ടിട്ട് നീ അല്ലാണ്ട് പറഞ്ഞത് എന്താ? ബഹുമാന്യനായ ലക്ഷ്മണൻ പറഞ്ഞ എന്താണെന്നറിയോ? ജ്യേഷ്ഠനും അനുജനും കൂടി താമസിക്കുന്ന ഈ ചിത്രകൂടത്തിൽ ഇത്രയും കൊല്ലങ്ങളായി ജീവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തിയുടെ കഴുത്തിൽ എന്താണ് ഇട്ടിരിക്കുന്നത്, കയ്യിൽ എന്താണുള്ളത് എന്ന് അനുജനായ ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ ആ കീപ്പ് ഡിസ്റ്റൻസ് പാലിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കറിയാപ്പോ ഇതൊക്കെ? മുസ്ലിങ്ങൾക്ക് ചരിത്രം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ മാതിരി ഇതും ചിലപ്പോ അറിയില്ല. ഇനി അടുത്ത ഒന്നും കൂടി പറഞ്ഞു തരാം. അങ്ങനെ അവിടെ രാവണന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോ സീതാദേവി പറഞ്ഞു, കേറൂല ഞാൻ, നീ അന്യനാ, കേറൂല. സമരം ചെയ്ത് വീടിന്റെ രാവണന്റെ കൊട്ടാരത്തിന്റെ പുറത്തിരുന്നപ്പോ ഒരു മരച്ചുവട്ടിൽ ദിവസങ്ങൾ ഇരുന്നു എന്നല്ലേ ചരിത്രം. ആര് ചെന്നു? നമ്മുടെ ABC പാർസൽ സർവീസ് വണ്ടിയുടെ പള്ളക്കുള്ള ആളുടെ പേരെന്താ? ഹനുമാൻ. ഹനുമാൻ പണ്ടത്തെ പോലെ മെമ്മറി കിട്ടുന്നില്ല. ഹനുമാൻ. ഈ ഹനുമാൻ ചെന്നിട്ട് പറഞ്ഞു, രാമൻ അഥവാ ഭർത്താവ് വല്ലാത്ത ടെൻഷനില്ല, പുറത്ത് കയറിക്കോ, ഞാൻ എത്രയും പെട്ടെന്ന് കടല് കടത്തി ഭർത്താവിന്റെ അടുത്ത് എത്തിക്കാം. പ്രിയപ്പെട്ട സീതാദേവി പറഞ്ഞ മറുപടി എന്താ? പഠിക്കണം. എന്താ പറഞ്ഞത്? നീ ഒരു അന്യന, നിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്താൽ അത് ബുദ്ധിമുട്ടാണ്. എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കാൻ ഞാൻ മറ്റൊരാളുമായി, രണ്ടാളുമായി, ഒരാളും ഒരു പെണ്ണ് യാത്ര ശരിയല്ല, ഞാൻ വരില്ല. എടാ, ഈ നിയമങ്ങളൊക്കെ അതിലുണ്ടെന്നേ. നിങ്ങൾക്ക് വേണ്ടാത്തെന്ന് വിചാരിച്ച് ഞങ്ങളോടും വേണ്ടാന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കണം എന്തിനാ? എന്നിട്ട് ഫാദർലെസ് അമേരിക്ക ഇവിടെയും വരണം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ദൈവീക മതമായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ദൈവീക മതമാണ്. അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയത് ആരാന്നാണ് അടുത്ത ചോദ്യം. നിർത്താറായോ? അല്ല, പറഞ്ഞു. ദൈവത്തെ ഉണ്ടാക്കിയത് ആരാ? കണ്ടക്ടർക്ക് ടിക്കറ്റ് എഴുതാൻ മതി ചില ആളുകൾ. കണ്ടക്ടർക്ക് ടിക്കറ്റ്, സ്പേസ്, ടൈം, ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ് ദൈവം എന്ന് പറയുന്നത്. ഈ സ്പേസും ടൈമും ഒക്കെ ബാധകമാകുന്ന ആളുകളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. നീ എപ്പോ വന്നു? നീ എവിടെ നിന്ന് വന്നു? ഇതിനൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വന്നു ദൈവം. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി, വെളിച്ചം വേണോ? പറഞ്ഞുതരാം. ഈ തത്വം ലോകത്തോട് പറഞ്ഞതാണ് ബിഗ് ബാങ് തിയറി. 1920-കളിൽ ജോർജസ് ലമാട്രെ എന്ന് പറയുന്ന ബെൽജിയംകാരനായ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടിയാണ് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത്. എന്ന് 1920-കളിൽ വിശുദ്ധ ഖുർആന്റെ 21-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതത്നാഹുമാ. ബിഗ് ബാങ് തിയറി. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഒന്നായിരുന്നു, ഒരു വാതകപിണ്ഡമായിരുന്നു. അതിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോഴാണ് ലോകമുണ്ടായത്. 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പെന്നാണ് ഔദ്യോഗിക കണക്ക്. മനസ്സിലായില്ല? ശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒന്നായിരുന്നു, അവിടെ സ്ഫോടനം ഉണ്ടായി. ഖുർആൻ 21-ാം അധ്യായത്തിലെ 30-ാം വചനം പറയുന്ന അന്ന സമാവാതി വൽ അർള, ആകാശവും ഭൂമിയും കാനതാ റത്ഖൻ, അത് രണ്ടും ഒട്ടിയതായിരുന്നു. ഫഫതത്നാഹുമാ, അതിൽ നാം സ്ഫോടനം ഉണ്ടാക്കി. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ജോർജസ് ലമാട്രേക്കും നിയമം കാണിച്ചു, വെളിച്ചം കാണിച്ചു. അടുത്തത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് എക്സ്പാൻഷൻ തിയറി. എന്താണത്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എഡ്വേർഡ് ഹബിൾ എന്ന് പറയുന്നയാള്, അദ്ദേഹം 1953-ലാണ് മരിക്കുന്നത്. 1929-ലാണ് അയാൾ കണ്ടുപിടിക്കുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അന്ന് പൊട്ടിത്തെറിച്ചതിൽ നിന്നും വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാ. ഹലീമ ബീവിയുടെ ആട്, ഖദീജ ബീവിയുടെ ഒട്ടകം, മക്കയിലെ ചില ചന്ത, മാർക്കറ്റ്, ഇത് മാത്രം അറിയാമായിരുന്ന ഒരാൾ ലോകത്തോട് പറയുകയാണ്. 51-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ വചനത്തിൽ പറയുന്നു, പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ഉണ്ടെന്നുള്ള ഇതിനപ്പുറം എന്താ തെളിവ് വേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വീക്ഷണം വിശാലമല്ലേ? BC 1235-ലാണ് ഫിർഔൻ എന്ന വലിയ ധിക്കാരി വെള്ളത്തിൽ വീഴുന്നത്. പഠിക്കണം, നെറ്റ് സെർച്ച് ചെയ്തോ, കറക്റ്റ് ആണ്. BC, ബിഫോർ ക്രൈസ്റ്റ്, ഈസാ നബി വരുന്നതിന്റെ മുമ്പ് 1235 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫറോവ വെള്ളത്തിൽ വീണു, ചെങ്കടലിൽ വീണു. മുഹമ്മദ് റസൂലുള്ളാഹി വരുമ്പോ
ഒരു വിവരമല്ല, ഒരൊറ്റ പ്രഖ്യാപനമാ. 10-ാം അധ്യായം 92-ാമത്തെ വചനം. ഫൽയൗമ നുനജ്ജിക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. ഓ നബിയേ, നിങ്ങളുടെ മുമ്പ് ഒരാൾ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അയാളുടെ ബോഡി വെള്ളത്തിൽ നിന്ന് നാം എടുക്കും. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി വെക്കും. അല്ലാഹുവിന്റെ റസൂൽ വന്നതെന്ന ഹിജറ 500 വേഗം പറ. ഹിജറയല്ല, ക്രിസ്താബ്ദം 571. വാപ്പാടെ പേരെന്തായിരുന്നു? വേഗം പറ. അബ്ദുള്ളയുടെ വാപ്പ നോക്കുന്നില്ല. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ ലുഗയ് ബിൻ ആലിബ് ബിൻ ഫഹർ ബിൻ. ഒരു തർക്കവും ഞങ്ങൾക്ക് അതിലില്ലേ? ഒരു തർക്കവും മുസ്ലിങ്ങൾക്കില്ല. വാപ്പാടെ പേരായി പറഞ്ഞതൊക്കെ. ആ വൃത്താന്തമായി ചുറ്റുവട്ടത്ത് നിന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു 313 ആളുകൾ സജീവമായിട്ട് നിന്നിരുന്നു. അവരുടെ പേരും ഒക്കെ ഞങ്ങൾക്കറിയാം. ചരിത്രമാണത്, അല്ലാതെ വെറുതെ ഒരു അവകാശവാദമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ചത് മക്കയിലാണ്. വാപ്പാടെ പേര് അബ്ദുള്ളയാണ്. അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബാണ്, ഹാഷിമാണ്. അങ്ങനെ തുടങ്ങി 25 ഉപ്പാപ്പാമാരുടെ പേര് ഞങ്ങൾ പറയും. കൂടെ സഹകരിച്ചിരുന്ന 313ഓളം വരുന്ന നല്ല പ്രവർത്തകർ, മുഹമ്മദ് നബിയുടെ സഖാക്കൾ. ഒന്ന് നോക്കാം നമുക്ക്. സാദാത്തിന വ സയ്യിദിന വ ഹബീബിന മുഹമ്മദിൻ റളിയല്ലാഹു ജല്ലിക്കു أبي بكر وعمر وعثمان وعلي وطلحة والزبير وسعيد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن الجراح رضي الله عنهم وبساداتنا أبي والأخنس والأرقم وأسعد وأنس وأنسة وأوس وأوس وإياس وإياس وبجير وبحاث والبراء وبسبسة وبشير وبشير وبلال وتميم 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 وثابت 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 وثعلبة وثعلبة وثقف. ജല്ലിക്കോ. ആ ഉമിനീര് കൊണ്ട് ക്യാൻസറും ട്യൂമറും ഒക്കെ പോണം. അള്ളാഹു നോക്കുമാറാവട്ടെ. റളിയല്ലാഹു ജല്ലിക്കോ. അവരെയൊക്കെ നാളെ സ്വർഗത്തിൽ കാണാനുള്ളതാ. وجابر وجابر وجبار وجبر وجبير والحارث 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 وحارثة وحارثة وحتب وحتب والحباب وحبيب وحرام وحريث والحسين وحمزة وحمزة وخالد وخالد وخالدة وخباب وخباب وخبيب وخداش وخراش وخبيب وخلاد 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 وخليد وخليفة وخليس وخوات وخولي وذكوان وذي الشمالين وراشد ورافع 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 والربيع والربيع والربيعة ورخيلة ورفاعة 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 وزياد 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 وزيد 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 وسالم وسالم وسائب وصبرة وسراقة وسراقة وسعد 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 وسفيان وسلمة وسلمة وصليت وسليم وسماك وسنان وسنان وسهل 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 وسهيل وسهيل وسواد وسواد وسويبت وشجاع وشريك وشماس وصبيه وصفوان وصيفي وسهيب റളിയല്ലാഹു അൻഹും. ഞാൻ പകുതിക്ക് നിർത്തി. നമുക്കൊക്കെ പോകാൻ തീർന്നില്ലേ? ഇപ്പൊ പറഞ്ഞ ആളുകൾ ആരാണെന്നറിയോ? മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കളുടെ പേരാ പറഞ്ഞത്. ആർക്ക് പറയാൻ? ഈ പേരുകൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര ആളുകൾക്ക് ഇത് കാണാതെ അറിയുന്നറിയോ? സാദാത്യങ്ങൾ ഉൾപ്പെടെ രാവിലെയും വൈകുന്നേരം ചെല്ലുന്നവരാ. അത്ര പവർഫുൾ ആ ഇസ്ലാം.